പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ക്രിസ്മസിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ഉത്സവം ആഘോഷിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടാകും. ഈ ക്രിസ്മസ് കാലത്തിനുള്ള ഒരു സുവിശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഞാൻ നിന്ന് സംസാരിക്കുന്നത് യേശു ജനിച്ച ബത്ലഹേം എന്ന സ്ഥലത്ത് നിന്നാണ്. ഇതിപ്പോൾ വലിയ പട്ടണമായിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതൊരു ചെറിയ സ്ഥലമായിരുന്നിരിക്കാം. ആ സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സ്ഥലത്ത് മേച്ചിൽപ്പുറത്ത് ആട്ടിടയന്മാർ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവദൂതന്മാർ പ്രത്യക്ഷമായി യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആദ്യമായി അവരെ അറിയിച്ചു. ഇതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. ആ മേച്ചിൽപ്പുറത്തുള്ള ഫലഭൂഷ്ടിയുള്ള ഒരു ഈന്തപ്പഴ മരമാണിത്. അതിൻ്റെ മുന്നിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിറയെ പഴങ്ങളുണ്ട്. ഈ ഭാഗം നല്ല ഫലഭൂഷ്ടിയും ആശീർവാദവുമുള്ള സ്ഥലമായിരിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു. ഇത് അപ്പത്തിന്റെ വീടാണ്. ബത്ലഹേം എന്നാൽ അപ്പത്തിന്റെ വീടെന്നർത്ഥം. സമൃദ്ധിയുള്ള ഒരു സ്ഥലമാണിത്. ദാവീദ് ജനിച്ചു വളർന്ന സ്ഥലമാണിത്. സലോമിയുടെ സ്വന്തം നാട്. അവരുടെ മരുമകൾ റൂത്ത് വന്ന് താമസിച്ച സ്ഥലവും ഇത് തന്നെയാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് ദൈവം തരാൻ പോകുന്ന സന്ദേശം എന്താണെന്ന് ചോദിക്കുകയാണോ? നിങ്ങൾക്കൊരു അതിശയം നടക്കണമെന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു അത്ഭുതം നടന്നാലേയുള്ളൂ എന്നൊരു സ്ഥിതിയിലല്ലേ ഉള്ളത്? നിങ്ങളുടെ കുടുംബത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ, മക്കളുടെ കാര്യത്തിൽ, ശരി, എന്തെങ്കിലും ഒരു അത്ഭുതം നടന്നാലേയുള്ളൂ. ദൈവം അത്ഭുതം ചെയ്താലേ ശരിയാവൂ എന്ന് ചിന്തിക്കുകയാണോ? ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. യെശയ്യാവ് 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദീർഘദർശനം പറയപ്പെടുമ്പോൾ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി എന്ന് പേർ വിളിക്കപ്പെടും. യേശുവിന് അനേകം പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പേരാണ് അത്ഭുതമന്ത്രി എന്നത്. ഇന്ന് അത്ഭുതവാനായ യേശുവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. അത്ഭുതവാൻ എന്നാണ് എന്റെ പേര്. നിങ്ങൾക്ക് എന്ത് അത്ഭുതമാണ് വേണ്ടത് എന്ന് യേശു ചോദിക്കുന്നു. ഒരു അത്ഭുതം നടന്നാലേയുള്ളൂ എന്ന് പറയുന്നില്ലേ? ആ അതിശയം യേശു നിങ്ങൾക്ക് ചെയ്യും. യേശു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തു. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയിരിക്കുന്നു, മരിച്ചവരെ ജീവനോടെ എഴുന്നേൽപ്പിച്ചു, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, മുടന്തന്മാരെ നടക്കുമാറാക്കി. എന്തൊക്കെ അത്ഭുതങ്ങൾ! നോക്കൂ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. വർദ്ധിപ്പിക്കുന്ന അതിശയം അത്ഭുതം ചെയ്യും. യേശു ചെയ്ത ഓരോ കാര്യങ്ങളും അത്ഭുതകരമാണ്. നിങ്ങൾക്കും ചെയ്തു തരില്ലേ? നിങ്ങൾക്ക് എന്ത് അതിശയമാണ് വേണ്ടത്? എന്തിലാണ് അത്ഭുതം വേണ്ടത്? നിങ്ങൾ പറയൂ. ആ അതിശയത്തെ യേശു ഇന്ന് നിങ്ങൾക്ക് ചെയ്യും. ഇന്ന് തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം വേണമോ? വിടുവിക്കപ്പെടണമോ? കടബാധ്യതകൾ മാറണമോ? പ്രശ്നങ്ങൾ മാറണമോ? അതിനാണ് യേശു വന്നത്. അതിനാണ് കുരിശിൽ മരിക്കാൻ തന്നെ ഏൽപ്പിച്ചത്, നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ. അപ്പോൾ എന്തിലാണ് അത്ഭുതം വേണ്ടത്? അത് കൺമുന്നിൽ വയ്ക്കൂ, ഹൃദയത്തിൽ കൈവയ്ക്കൂ. യേശുവേ, അങ്ങ് അത്ഭുതവാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിന്ന് ഈ കാര്യത്തിൽ ഒരു അതിശയം വേണം. യേശുവിന്റെ നാമത്തിൽ എനിക്ക് അതിശയം ചെയ്യണമേ. ഞാൻ വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ